ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന എല്ലാ നിറത്തിലുള്ള കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ റേഷൻ കാർഡ് ഉപയോഗിക്കാത്ത ആളുകൾ ഇന്നുണ്ടാവില്ല. എല്ലാ വീട്ടിലും ഒരു റേഷൻ കാർഡ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ റേഷൻ കാർഡ് പല സ്ഥലങ്ങളിലും ഒരു രേഖയായും അതുപോലെ തന്നെ തിരിച്ചറിയൽ രേഖയായും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബാങ്കുകളിലും അതുപോലെ തന്നെ മറ്റു വല്ല സ്ഥാപനങ്ങളിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടി ഓഫീസുകളിലും മറ്റും പോകുമ്പോൾ ഈ കാർഡ് ആവശ്യപ്പെടാറുണ്ട്. തിരിച്ചറിയൽ രേഖയായി നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നത് ഒരു റേഷൻ കാർഡാണ്. അതുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങാൻ മാത്രമല്ല, ഒരു തിരിച്ചറിയൽ രേഖയായി റേഷൻ കാർഡ് ഉപയോഗിക്കാറുണ്ട്. റേഷൻ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല ആനുകൂല്യങ്ങളും ലഭിക്കാറുണ്ട്. നമ്മൾ അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ അർഹതപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ, പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട്. നമ്മൾ BPL കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് BPL കാർഡ് ഉപയോഗിക്കാൻ അർഹതയില്ലാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ആ കാർഡ് APL കാർഡിലേക്ക്, വെള്ള കാർഡിലേക്ക് മാറ്റണമെന്ന് സർക്കാർ ഇതിൻ്റെ ഒരുപാട് മുന്നേ അറിയിപ്പ് നൽകുകയുണ്ടായിരുന്നു. എന്നാൽ ആ അറിയിപ്പ് എല്ലാ ജില്ലകളിലും കൃത്യമായി അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ അറിയിപ്പുണ്ടായിരിക്കില്ല. ഇനി ഇത്തരത്തിൽ അനർഹമായി ഉപയോഗിക്കുന്ന റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ അവരുടെ വീട്ടിൽ വന്ന് കൃത്യമായി റേഷൻ കാർഡ് പരിശോധന നടത്തി അവർ അർഹരല്ലാതെയാണ് ഈ കാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ റേഷൻ കാർഡ് പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ് അവർക്കെതിരെ. ഇതുവരെ വാങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം, ഇതുവരെ നമ്മൾ APL കാർഡ് ഉപയോഗിക്കേണ്ട ആയിട്ട് BPL കാർഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ ഇക്കാലം അത്രയും നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുവരെ വാങ്ങിയ എല്ലാ രേഖകൾ പ്രകാരം ഇതുവരെ റേഷൻ കാർഡിൽ നിന്നും വാങ്ങിയ എല്ലാ പണവും തിരിച്ചടയ്ക്കാനും അതുപോലെ തന്നെ അതിനെതിരെ നമുക്കൊരു കേസ് ഉണ്ടാവാനും സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് നമ്മൾ നിയമപരമായിട്ട് തെറ്റായ ഒരു കാര്യമാണ്. ഒന്നാമത് ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് നിയമപരമായി ക്രിമിനൽ കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളൊരു തിരിച്ചറിയൽ രേഖയായി റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക മാത്രമല്ല, അല്ലാതെ ഈ BPL കാർഡ് ഉപയോഗിച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ഓഫീസുകളിൽ നിന്നും ലഭിക്കാറുണ്ട്. അത്തരത്തിൽ ഗവൺമെൻറ്റിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചതിന് നമ്മളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശക്തമായ ഫൈൻ ഈടാക്കാനും നിർദ്ദേശമുണ്ട്. അതിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അതിനായി ഒരു സ്ക്വാഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക. അവർക്ക് അർഹതപ്പെട്ട കാർഡ് അല്ല അവർ ഉപയോഗിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ തിരിച്ചു മാറ്റിയാൽ ഈ നിയമ നടപടികൾ നേരിടേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല. നമ്മുടെ വീട്ടിലെത്തി അവർ പരിശോധിച്ച് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതുവരെ ലഭിച്ച ആനുകൂല്യങ്ങളെല്ലാം ഫൈനോടുകൂടി തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ക്രിമിനൽ കേസുണ്ടാവും. പിന്നെ നമ്മൾ എവിടെയൊക്കെയാണ് ഈ റേഷൻ കാർഡ് ഉപയോഗിച്ച് എന്തൊക്കെയാണ് ഓഫീസുകളിൽ നിന്ന് ആനുകൂല്യം പറ്റിയിരിക്കുന്നത്, ആ ആനുകൂല്യങ്ങളെല്ലാം അതിൻ്റെ പേരിൽ വേറെ കേസും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് അർഹതപ്പെട്ട കാർഡല്ല അവർ ഉപയോഗിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ ആ കാർഡ് APL കാർഡിലേക്ക്, വെള്ള കാർഡിലേക്ക് മാറ്റണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. വലിയ ഒരു സ്ക്വാഡാണ് അതിനായിട്ട് ഇറങ്ങുന്നത്. വീട്ടിൽ വന്ന് കാർഡ് പരിശോധിച്ച് കൃത്യമായി കാർഡ് പിടിച്ചെടുക്കുകയും പിന്നീട് ആ കാർഡ് APL കാർഡിലേക്ക് മാറ്റുകയും ചെയ്യും. കൂടാതെ ഇതുവരെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച ആ ആനുകൂല്യങ്ങൾ നമ്മൾ തിരിച്ച് അടയ്ക്കുകയും അതുപോലെ തന്നെ ക്രിമിനൽ കേസും എടുക്കാനും നടപടിയുണ്ട്.
നമ്മൾ അർഹതയില്ലാതെ ഈ കാർഡ് BPL കാർഡ് ഉപയോഗിക്കാൻ അർഹതയില്ലാതെ ഉപയോഗിക്കുന്ന ആളുകൾ കാർഡിലെ മെമ്പർമാർക്ക് ആർക്കെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരനാണെങ്കിൽ ഏതെങ്കിലും മെമ്പറായാൽ മതി. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളോ ആണെങ്കിൽ അവർക്ക് ഈ കാർഡ് ഉപയോഗിക്കാൻ അർഹരല്ല അവർ. അതായത് ഈ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ നിന്നോ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിലും അവർക്ക് BPL കാർഡ് ഉപയോഗിക്കാൻ അർഹതയില്ല. അതുപോലെ തന്നെ ഈ കാർഡ് ഉപയോഗിക്കുന്ന കാർഡിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർ സർക്കാരിലേക്ക് ഇൻകം ടാക്സ് നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ BPL കാർഡ് ഉപയോഗിക്കാൻ അനുമതിയില്ല. അതുപോലെ തന്നെ അവർ താമസിക്കുന്ന ഭൂമി ഒരേക്കറിൽ കൂടുതലുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ പേരിലുണ്ടെങ്കിൽ അവർക്ക് BPL കാർഡ് ഉപയോഗിക്കാനുള്ള ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ അവർ താമസിക്കുന്ന വീട് 1000 സ്ക്വയർ ഫീറ്റിനുള്ളിലാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ അവർക്ക് BPL കാർഡ് ഉപയോഗിക്കാൻ അനുമതിയില്ല. അതുപോലെ തന്നെ ഈ കാർഡിൽ ആർക്കെങ്കിലും സ്വന്തമായി അവരുടെ വീട്ടിൽ സ്വന്തമായി 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നുള്ളവരാണെങ്കിൽ അവർക്ക് BPL കാർഡിന് അർഹതയില്ല. അതുപോലെ തന്നെ ടാക്സി ഉപയോഗത്തിനായി ഇവർ വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു ഉപജീവന മാർഗമായി കണക്കാക്കി അവർക്ക് BPL കാർഡ് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ പ്രൈവറ്റ് ആവശ്യത്തിനാണ് 4 ചക്ര വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് BPL കാർഡ് ഉപയോഗിക്കാൻ അനുമതിയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് 25,000 രൂപയോ അതിന് കൂടുതലോ ശമ്പളം ലഭിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ആനുകൂല്യം ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കൃത്യമായി അത് ഇപ്പോൾ തന്നെ തിരിച്ച് ഏൽപ്പിച്ച് അത് കാർഡ് തരം മാറ്റുകയാണെങ്കിൽ അവർക്ക് ഒരു നിയമ നടപടിയും നേരിടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അവർ സ്ക്വാഡ് നേരിട്ട് വീട്ടിൽ വന്ന് പിടിച്ചെടുത്താൽ പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇത്ര കാലം നമ്മൾ ഉപയോഗിച്ചത് എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചടയ്ക്കണം. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഈ കാർഡ് ഉപയോഗിച്ച് ചെയ്തത് അതൊക്കെ അതിൻ്റെ പേരിലൊക്കെ നമ്മൾക്ക് കേസ് വരാനുള്ള ഒരു ക്രിമിനൽ കേസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് റേഷൻ കാർഡ് ഒരു വിലയേറിയ രേഖയാണ്. അതായത് ഈ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് പല ഓഫീസുകളിൽ നിന്നും. അതുപോലെ തന്നെ റേഷൻ പീടിക മാത്രമല്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ പറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും രേഖയായിട്ട് ഈ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പേരിലൊക്കെ നമ്മുടെ പേരിൽ ഒരു കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുവരെ ഈ ആനുകൂല്യങ്ങൾ അർഹരല്ലാതെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഏറ്റവും പെട്ടെന്ന് പോയി ഈ കാർഡ് മാറ്റി BPL കാർഡ് APLലേക്ക് മാറ്റി വെള്ള കാർഡിലേക്ക് മാറ്റേണ്ടതാണ്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് അവർ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കാർഡ് ഏതാണോ ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിക്കും. പക്ഷേ അവർ എന്ന് മാറ്റി എന്നൊന്നും പരിശോധിക്കില്ല. നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാർഡ് എന്താണെന്നാണ് നോക്കുക. അത് നമ്മൾക്ക് അർഹതയില്ല വെള്ള കാർഡാണെന്നുണ്ടെങ്കിൽ അവരൊന്നും പരിശോധിക്കില്ല. അല്ലാതെ BPL കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായി വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും അവരുടെ ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ആരെങ്കിലും ജോലിയുണ്ടോ, അതുപോലെ തന്നെ കൂടുതൽ വരുമാനമുണ്ടോ, അതുപോലെ തന്നെ വീട് ഇത്ര സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ, അതുപോലെ തന്നെ ഭൂമി എത്രയുണ്ട് എല്ലാം പരിശോധിക്കും. അതുകൊണ്ട് നമ്മൾ APL കാർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കാർഡ് വെള്ളക്കാർഡാണെന്ന് കണ്ടാൽ പിന്നെ അവർ ഉടനെ തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് സ്ക്വാഡ് പല വഴിക്കും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഇതിന് പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവർ കാർഡ് പിടിച്ചെടുക്കുകയും ഫൈൻ അടയ്ക്കുകയും അതുപോലെ തന്നെ ഇതുവരെ നേടിയ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കുകയും കൂടാതെ നമ്മുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്യും. കാരണം നമ്മൾ ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ
ഈ അർഹതപ്പെട്ട കാർഡുകൾ ആവശ്യക്കാർക്ക് കിട്ടാതെ ആവശ്യമില്ലാത്ത ആളുകളിലേക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നത് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. കാരണം നമ്മൾ ഗവൺമെൻറ്റിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്. അതായത് അവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. കാരണം നമ്മൾ അർഹരല്ലെങ്കിൽ ഇത് വേറെ ഒരു അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കുകയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആളുകൾ അർഹതപ്പെടാതെ നടക്കുന്ന ആളുകളുണ്ട്. അവരിലേക്ക് ഈ ആനുകൂല്യം എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി അവർ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതുവരെ ഈ കാർഡ് മാറ്റാത്ത എല്ലാ ആളുകളും അർഹതയുണ്ടെങ്കിൽ മാറ്റണ്ട, പെടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റുക. നമുക്ക് നിയമ നടപടികൾ നേരിടേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല. ഏതായാലും ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായി വളരെയധികം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കേസിലും അകപ്പെടില്ല. അതുപോലെ തന്നെ നിങ്ങൾ സാമ്പത്തിക നഷ്ടവും ഉണ്ടാവില്ല. അതായത് കൃത്യമായി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വന്ന് പിടിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. നമ്മുടെ കാർഡിൻ്റെ ആനുകൂല്യം പിന്നെ അവർ എപ്പോഴാണോ ഈ കാർഡ് തരുന്നത് അതുവരെ നമുക്ക് കാർഡ് ഉപയോഗിക്കാനും സാധിക്കുകയില്ല. ഏതായാലും ഇതുവരെ കൃത്യമായി ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുക, മാറ്റമുള്ളവർ ഉടൻ തന്നെ മാറ്റുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.